ഷേവ് ചെയ്തു വെച്ചാൽ നിനക്ക് നിറയെ ഈ ആമ്പിളേരെ പോലെ നിറയെ ഹെയർ വരും. സോ ഷേവ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഓക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ ആർക്കായി പിന്നെ ഞാനത് പ്ലക്ക് ചെയ്യാനും ത്രെഡ് ചെയ്യാനും വാക്സ് ചെയ്യാനും അങ്ങനെ കുറേയൊക്കെ തുടങ്ങി. ചെയ്ത് ലാസ്റ്റ് ഫുൾ അത് ഡാർക്കായി ഹാർഡായി സ്കിന്ന്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ പറയില്ല, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ടായാലും അപ്പോൾ കാക്ക കറുകും, പിന്നെ വേണ്ടാത്ത കുറേ സൗണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ 11th സിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പം എനിക്ക് അടിക്കടിയായിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എല്ലാത്തിലും ഒരേ കാര്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ഹെയർ ഗ്രോത്ത്, ഇപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഹെയർ ഗ്രോത്ത് കുറവുണ്ടോ, പിന്നെന്താ ഇത് ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിച്ചത് വെച്ച് എൻ്റെ കുറച്ച് സംസാരം ഇഷ്ടമായി എന്ന് പറഞ്ഞവരുണ്ട്, താങ്ക് യു സോ മച്ച്. എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞവരുണ്ട്, താങ്ക് യു സോ മച്ച്. ഇതുപോലെ എന്താണ് ലേസർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ, ഇപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ഇപ്പോൾ എനിക്ക് ഷേവ് ചെയ്യാൻ പറ്റുമോ, എത്ര ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് ആ ഹെയർ വീണ്ടും ഗ്രോത്ത് ആവും, ഇത് ഫുള്ളായിട്ട് പോവോ, വെറുത്താണോ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ നമ്മൾ അതേക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് എങ്ങനെ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ ആ ഒരു ജേണി, അതിനെക്കുറിച്ച് ഞാൻ പറയാം. 11 സിറ്റിംഗ് വരെ ഞാൻ എങ്ങനെ ചെയ്തു, എവിടെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഫേസിൽ എവിടെയൊക്കെ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ പോയി കാണുക. എല്ലാ വീഡിയോസും കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് സിറ്റിംഗ് വീഡിയോ കണ്ടിട്ട് പിന്നെ നേരെ പോയി ലാസ്റ്റ് ഓക്കെ ഫസ്റ്റ് ചെയ്തു, ഇനി റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ ചാടി റിസൾട്ടിൽ പോയി നോക്കിയിട്ട് അവിടെ പോയിട്ട് കാര്യമായിട്ടുള്ള ഒരു സംഭവം കിട്ടത്തില്ല. എന്തിനാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് വന്നാൽ ആ സാധനം അവിടെ ഉണ്ടാവില്ല. ഞാൻ അവിടെ ഒരു സിറ്റിംഗ് തന്നെയായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക, കണ്ടിന്യൂഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോസ് ഫുള്ള് കണ്ടാൽ മാത്രമേ ഇത് ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത്, ഓക്കെ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ട് പിന്നെ ലാസ്റ്റിലേക്ക് ചാടി വന്നിട്ട് അവിടെ വന്നിട്ട് നിറയെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരിപാടീസ് ഉണ്ട്. ഞാനത് കുറ്റം പറയണില്ല, നല്ലതാണ് അറിയാനുള്ള കാര്യം. കാരണം ഇത്രയും സമയം ഇപ്പോൾ ഞാനാണെങ്കിൽ വേഗം ഒന്ന് ആൻസർ കിട്ടിയാൽ കൊള്ളായിരിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. എങ്കിലും ദയവ് ഞാൻ ഒരുപാട് സമയം അതിന് പിറകിൽ കുറച്ച് എഫേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഡോക്ടറടുത്ത് സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഹെയർ വരുന്നത്, ഹെയർ എങ്ങനെയാണ് പോണത്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഡോക്ടർ വിത്ത് Q&A അത് നിങ്ങൾ കാണുക. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. സോ എൻ്റെ ഓൾ വീഡിയോസ് കണ്ട ആളുകൾക്കാണെങ്കിൽ പക്കായിട്ടുള്ള ഒരു ക്ലാരിറ്റി അതിന് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി എന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്കുണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുട്ടി എല്ലാവർക്കും ഉണ്ടാവും, വലിയവിടെയൊക്കെ വരത്തില്ലേ, അതുപോലെ ഇപ്പം അങ്ങനെ നോർമലി ഉണ്ടായിരുന്ന ഹെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മദർ ത്രെഡിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇവിടെ കുട്ടി ഐ മീൻ ഗോൾഡൻ കളർ പോലെ ഒരു ഹെയർ കുട്ടി ഹെയർസാണ്. അപ്പോൾ ഈ വെച്ചാൽ ചുമ്മാ ത്രെഡ് എടുത്തിട്ട് അവിടെ ഒന്ന് ചെയ്തു. ഓക്കെ, എൻ്റെ ഫസ്റ്റിൽ സംഭവം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്ത് പിന്നെ വന്ന ഹെയർ കുറച്ച് ഡാർക്കായിട്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റിൽ ഹെയർ ഉണ്ടായിരുന്നില്ല, ഇവിടെയൊക്കെ നമുക്ക് സാധാരണ വരുന്ന പോലെ ഒരു തിന്നായിട്ടുള്ളതായിരുന്നു. അത് ഞാൻ ചെയ്തപ്പോൾ പിന്നെ അത് ഡാർക്കായിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നൊരു സംഭവമാണ്. പിന്നെ ഡാർക്കായി പിന്നെ ഞാനത് പ്ലക്ക് ചെയ്യാനും ത്രെഡ് ചെയ്യാനും വാക്സ് ചെയ്യാനും അങ്ങനെ കുറേയൊക്കെ തുടങ്ങി. ചെയ്ത് ലാസ്റ്റ് ഫുൾ അത് ഡാർക്കായി, ഇവിടെ ഇങ്ങനെ ഫുൾ ഡാർക്കായി ഹാർഡായി സ്കിന്ന്. ഓക്കെ, നമ്മൾ വാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഹാർഡാവും കേട്ടോ. പിന്നെ ഫേസ് റൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി ഞാൻ അധികം യൂസ് ചെയ്യില്ലായിരുന്നു. എനിക്ക് എങ്ങനെയാ വെച്ചാൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു അറിവിൽ എങ്ങനെയാ വെച്ചാൽ നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മറ്റുള്ളവർ എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഷേവ് ചെയ്തു വെച്ചാൽ നിനക്ക് നിറയെ ഈ ആമ്പിളേരെ പോലെ നിറയെ ഹെയർ വരും. സോ ഷേവ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ വെച്ചു ഓക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ ഡോക്ടറടുത്ത് സംസാരിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓരോ പ്രാവശ്യം ലേസർ കഴിയുമ്പോൾ 10-15 ദിവസത്തിനുള്ളിൽ ഹെയർ റിട്ടേൺ വരും. 15 days or 14 daysനുള്ളിൽ ഹെയർ ഇപ്പം നമ്മൾ ലേസർ ചെയ്ത് കഴിയുമ്പോൾ റൂട്ടാണ് നമ്മൾ കരിച്ച് കളയുക. റൂട്ടിൽ പോയിട്ട് അവിടെയാണ് ലേസർ ലൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ മിലാനിൻ കുറയും. നമ്മൾ എല്ലാവരും എന്താ വിചാരിക്കണം, ഓക്കെ ലേസർ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് അങ്ങോട്ട് കരിച്ച് കളഞ്ഞ് ആ ഹെയർ അങ്ങോട്ട് പറഞ്ഞു പോയി, പിന്നെ നെക്സ്റ്റ് ഹെയർ വരത്തില്ല അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഹെയർ സ്റ്റിറ്റിസം സ്റ്റാർട്ട് ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് കുറേ പേര് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല, റിസൾട്ട് കിട്ടത്തില്ല, വീണ്ടും ഹെയർ വരും. ഞാൻ ഇല്ലയെന്ന് പറയണില്ല, വരുന്നുണ്ട്. ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഹെയർസ് ഡാർക്ക് കളറിലുണ്ട്. ഫസ്റ്റ് എൻ്റെ സിറ്റിങ്സ് ഫുള്ളായി കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും.
ഞാൻ എപ്പോഴും എല്ലാ സിറ്റിങ്ങിലും കണ്ടിന്യൂ പറയുന്ന ഒരു കാര്യം, എൻ്റെ ഇവിടുത്തെ ഹെയർ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹെയർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് ഞാൻ വിചാരിക്കുന്നു 6 months കൂടുമ്പോൾ ചെയ്യണം. എനിക്ക് സമയം കിട്ടുന്നില്ല. എന്തായാലും ഞാൻ ഇനി 12th സിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. എൻ്റെ ഇവിടെ ബാക്കിയുള്ള ഏരിയ ഒക്കെ എന്തായെന്ന് വെച്ചാൽ അവിടെയുള്ള ഹെയർ ഡാർക്ക് കളർ പോയിട്ട് അവിടെ ഇപ്പോൾ ലൈറ്റ് കളറിൽ, ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഹെയർസ് ഉണ്ടാവുമല്ലോ കവളിലൊക്കെ, ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ അല്ലെങ്കിൽ വെള്ള കളർ അങ്ങനത്തെ ഹെയർസ്, വെള്ളയല്ല ഒരു ലൈറ്റ് തിൻ കുഞ്ഞ് ഫൈൻ ഹെയർസ്. സോ അങ്ങനെയുള്ള ഹെയർസാണ് ഇപ്പം എനിക്കുള്ളത്. അല്ലാത്ത ഹെയറും ഉണ്ട്, ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പിന്നെ ആരും എൻ്റെ ബാക്ക് വശം ശ്രദ്ധിക്കരുത് കേട്ടോ, മറന്നേക്കുക. ഓക്കെ, അങ്ങനെ ഇവിടെ ഭയങ്കര ചൂടാണ്, ഞാൻ നല്ല വേർത്തോട്ടിട്ടുണ്ട്. അതൊന്ന്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ നിങ്ങൾ എന്നോട് പറയണതിൽ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് ഹെയർ ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പുറത്ത് നമ്മൾ പോകും, മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ അവരാരും അല്ല, ആരും ഇവിടെ പെർഫെക്റ്റ് അല്ല. ഓക്കെ, സോ നമ്മളെ ആരെങ്കിലും വന്നിട്ട് നീ അങ്ങനെ യു ആർ നോട്ട് പെർഫെക്റ്റ്, നീ കാണാൻ കൊള്ളത്തില്ല, നിനക്ക് ഹെയർസ് ഉണ്ട്, യു ആർ അഗ്ലി, അങ്ങനെയൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അവരോട് ഫസ്റ്റ് ഒന്ന് കണ്ണാടി പോയി നോക്കാൻ പറയുക, ഇത് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക, അങ്ങനെ പറയാം. ഓക്കെ, അവരുടെ മനസ്സ് ഭയങ്കര ബോറായിരിക്കും, വൃത്തികെട്ടതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ വരത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ്, യോ നീ ആണിനെ പോലെ ഉണ്ട് കാണും, നിങ്ങൾക്ക് ആൺപിള്ളേരെ പോലെ ഹെയർ വെച്ച് നിൽക്കുക, അങ്ങനെ നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ അവർക്ക് റിപ്ലൈ കൊടുത്ത് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നല്ലത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മതി. അവർ ലോകം കണ്ടിട്ടില്ല, അവരുടെ മനസ്സ് ഭയങ്കര ചീപ്പാണ്, അത്ര വിട്ടാൽ മതി. അവർക്ക് ബുദ്ധിയില്ല ബോധമില്ല, അങ്ങനെ വിട്ട് നമ്മളത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതൊന്ന്. പിന്നെ ലേസർ ഞാൻ ഇപ്പോഴും പറയണു, എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഇതുവരെ ഞാൻ ചെയ്തത് എനിക്ക് പെർഫെക്റ്റ് ആണ്. 11 സിറ്റിംഗ് മാത്രം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ. ആ മെഷീൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കംഫർട്ടബിൾ ആയിരുന്നില്ല. കംഫർട്ടബിൾ ആണ്, പക്ഷെ അതെനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, 100% നമ്മൾ ഇത്ര രൂപ കൊടുത്തു, ഓക്കെ ഐ എം സാറ്റിസ്ഫൈഡ്, അങ്ങനെ പറയാനില്ലായിരുന്നു. എനിക്കതിൽ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. എങ്ങനെ പറയാം, എൻ്റെ ക്യാഷ് വെറുതെ പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് സൂപ്പറായിരുന്നു. ഫസ്റ്റ് ചെയ്ത് ഇലക്ട്രോലൈസിസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോലൈസിസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. ഞാൻ മുടി കട്ട് ചെയ്തിരുന്നേ, ചൂട് സഹിക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്, ബ്യൂട്ടി പാർലറിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരതന്നെ ഒരുമാതിരി ആക്കി വിട്ടു. ശരി പറഞ്ഞിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും ഷോർട്ടാക്കണമെന്ന് വിചാരിച്ചല്ല, അൺഎക്സ്പെക്റ്റഡ്. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ചൂടല്ലേ, അക്സെപ്റ്റഡ്. ഓക്കെ, പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഞാൻ ഇലക്ട്രോലൈസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ഇലക്ട്രോലൈസിസ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് മാറി കിട്ടും. പിന്നെ നമുക്ക് വരേണ്ട ആവശ്യമില്ല, ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് ഫുൾ ഹെയർ ഗ്രോത്ത് അങ്ങോട്ട് പോയി അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇലക്ട്രോലൈസിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോലൈസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രോമകൂപങ്ങളുണ്ടല്ലോ, അതിലും ഇങ്ങനെ ചെറിയ നീഡിൽസ് ആണ്, ഒരു നീഡിലുള്ള ആ നീഡിൽ ആ രോമത്തിൻ്റെ അതിൽ അങ്ങനെ ഇറങ്ങി ചെന്ന് പോയിട്ട് അവിടെ പോയി അത് കരിച്ചു കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് എന്നോട് പറഞ്ഞ 42 സിറ്റിങ്സ്. ഒന്ന് ആലോചിക്കണേ, 1, 2, 3 അല്ല, 42 സിറ്റിംഗ് എൻ്റെ ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. സോ അത്രയും 42 സിറ്റിങ്സ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഫുൾ റിക്കവർ ആകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ അത് വെരി കോസ്റ്റ്ലി ആണ്. സോ ഞാനത് വിചാരിച്ചു, ശരി വേണ്ട, എന്തിനാണ് അത്രയും, എനിക്ക് അത്രയും ക്യാഷ് മുടക്കി സുന്ദരിയായി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ എം നോട്ട് എ ആക്ട്രസ്, ഐ എം നോട്ട് എ ഫേമസ്, ഞാൻ അങ്ങനെയുള്ള ഒന്നുമല്ല. ഹെയർ സാറില്ല, എൻ്റെ ഫേസിലല്ലേ ഞാൻ സഹിച്ചുകൊണ്ട്, അങ്ങനെ വിചാരിച്ചു ഞാൻ അത് ചെയ്തില്ല. ഓക്കെ, ദെൻ പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബിലും കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അവർ പറഞ്ഞു വെച്ചാൽ ഈ ലേസർ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബേൺ ആകും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ ശരി, എന്തായാലും ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് ലേസർ ചെയ്തത്. ലേസർ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് സിറ്റിങ്ങിന് പോയപ്പോൾ തന്നെ നല്ല നീറിയിട്ടുണ്ടായിരുന്നു. ബേൺ, യെസ്, എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, ബേൺ ആയിട്ടുണ്ടായിരുന്നു. ദെൻ ബേൺ ആകുമെന്ന് വെച്ചാൽ പൊള്ളയല്ല, ഫുൾ റെഡായി. പിന്നെ നെക്സ്റ്റ് ഡേയിലിരുന്ന് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുരു കാര്യങ്ങൾ. അത് താനേ പോയിക്കോളും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതങ്ങനെ ശ്രദ്ധിച്ചില്ല. ഡോക്ടറിനോട് പറഞ്ഞു വേറെ ഒന്നും ചെയ്യരുത്, 3 ദിവസത്തിന് ഒരു ക്രീമോ അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ തേക്കരുത്, ഐ മീൻ നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെ
പിന്നെ അവിടെ നിന്ന് മോയ്സ്ചറൈസർ തന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് ഒരു ഓയിൻമെന്റ് തന്നിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ സ്വെറ്റൊക്കെ ആകുമ്പോൾ തുടക്കത്തില്ലേ, ലൈക്ക് അതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാനൊന്ന് ഇങ്ങനെ തുടച്ച് ഫുള്ള് ഇങ്ങനെ വടിച്ച് താടിയൊക്കെ വടിച്ച് തുടച്ചിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കളയാൻ വേണ്ടി നമുക്ക് ടിഷ്യൂ പേപ്പർ ഫുള്ള് ഹെയർ നിൽക്കണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, ഹെയർ. പിന്നെ ഞാൻ തുടച്ച് നോക്കിയപ്പോൾ ആ ഹെയർ കയ്യിൽ വരാൻ തുടങ്ങി. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, അത് ആ കരിച്ച ഭാഗത്തു നിന്ന് ആ ബാക്കിയുള്ളത് വെളിയിൽ വരുന്നുണ്ട്, അത് താനേ വന്ന് പോയിക്കോളും എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സിറ്റിംഗ് വരെ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. നെക്സ്റ്റ് സിറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഹെയർ വീണ്ടും വരും. അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷേവിങ് സെറ്റ് യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷേവ് ചെയ്തെടുക്കാം അങ്ങനെ. പിന്നെ നമ്മൾ ലേസറിന് പോകുമ്പോഴും അവർ ഷേവിങ് സെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, നമ്മളിങ്ങനെ ഷേവിങ് സെറ്റ് യൂസ് ചെയ്യുമ്പോൾ ജെൻസിനെ പോലെ നിറയെ ഹെയർ വരത്തില്ലേ, അത് പിന്നീട് ബുദ്ധിമുട്ടാവില്ലേന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല. ശരിയാണ്, ഞാനും കുറച്ച് ചിന്തിച്ചാൽ ശരിയാണ്. ഷേവിങ് സെറ്റ് യൂസ് ചെയ്തത് എത്ര പേർക്ക് ഇപ്പോൾ എത്ര വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ഹെയർ വരുമോ അതാ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ലേസറും ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ ഫേസ് റൈസേഴ്സ് ഞാൻ യൂസ് ചെയ്ത് കളയാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ഹെയർ ഞാൻ പറഞ്ഞ പോലെ ഇവിടെയാണ് എനിക്കുള്ളത് കുറച്ച്, പിന്നെ ഇവിടെയുണ്ട്. കാര്യമായിട്ടില്ല, പക്ഷെ അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കളയണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പാലക്കാട് നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലക്കാട് എനിക്ക് എന്താണെന്ന് വെച്ചാലേ വെറുതെ ഞാൻ പ്രൊമോഷൻ ചെയ്യണ പോലെ എനിക്ക് തന്നെ ഫീൽ ആവുകയാണ്. ഓക്കെ, നിങ്ങൾക്കത് ഉപകരിക്കണമെങ്കിൽ ഓക്കെ. ഞാൻ ആ ഡോക്ടറെ വേണമെങ്കിൽ പറയാം. ഡോക്ടർ എനിക്ക് നോക്കിയ ഡോക്ടർ കൊള്ളായിരുന്നു. സോ അവർ നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞു തരുമായിരുന്നു, ഒരുപാട് എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ വീഡിയോസിലുണ്ട് ഡോക്ടർ. സോ എൻ്റെ വീഡിയോസിലുണ്ട് ഏത് ഹോസ്പിറ്റലാണെന്നുള്ളതും കാര്യങ്ങളും. ഞാൻ ഏതൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ലാൻഡ്മാർക്ക് ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഏതോ ഒരു വീഡിയോയ്ക്ക് അടിയിൽ ഇതുപോലെ അവിടുത്തെ ലൊക്കേഷൻ്റെ മാപ്പൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത്രയും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ്, ഡാം ഷുവർ നിങ്ങൾ അത് കണ്ടുപിടിക്കും. അത്ര വലിയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ ഉള്ളത് ഒരു കുറച്ച് വീഡിയോ ഉള്ളൂ. സോ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് തന്നെ മനസ്സിലാവും. ദെൻ ഇത് ചെയ്ത് നമുക്ക് നഷ്ടം കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, പക്ഷെ കുറച്ച് ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കോസ്റ്റ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ ലേസർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ക്രീം ലേസർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്രീം വാങ്ങിക്കുക. ദെൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് നിങ്ങളുടെ അഫോർഡബിളിന് അനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ പാലക്കാട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളും പാലക്കാട് വന്ന് ചെയ്യണമെന്നില്ല. ഡയോഡ് മെഷീൻ ആണ്. ഡയോഡ് നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെയ്യാം. കൊച്ചിയിലുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് സിറ്റി ഏരിയയിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കോസ്റ്റ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവിടെ വന്ന് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് 50 രൂപ 100 രൂപ കണ്ടിരുന്നത്. പിന്നെ നോക്കുമ്പോൾ 200-250 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒരു എമൗണ്ട് ആയിരിക്കില്ല നിങ്ങൾ പോകുമ്പോഴുള്ള എമൗണ്ട്. അതുകൊണ്ട് ഞാനൊരു എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കില്ല ഇപ്പോൾ അവിടെ ഉണ്ടാവുക. ഇപ്പോൾ എന്നല്ല, എനിക്ക് അറിയില്ല, എല്ലാവർക്കും ഒരേ എമൗണ്ട് ആയിരിക്കില്ല, ഡിഫറൻസ് ഉണ്ടാവും. അപ്പം എനിക്കെന്ന് വെച്ചാൽ അപ്പർ ലിപ്പ് ആൻഡ് ചിൻ അത്ര ഉള്ളൂ. ഇത്ര പോർഷൻ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെൻ്റെ അപ്പർ ലിപ്പിൽ സത്യം പറയാം, എനിക്ക് അപ്പർ ലിപ്പിൽ മാറ്റമില്ല. എൻ്റെ ചിന്നിൽ നല്ല മാറ്റമുണ്ട്. കാരണം ഇവിടെയാണ് കൂടുതൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഡോക്ടറും കൂടുതൽ അവിടെയാണ് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ കളേഴ്സ്, നമ്മൾക്ക് സ്കിൻ കളർ ആൻഡ് ടെക്സ്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ച്വലി ഞാൻ 2 വീഡിയോ ആയിട്ട് ഇടാം. ഇതിപ്പോൾ പാർട്ട് 1 ദെൻ പാർട്ട് 2 അങ്ങനെ എങ്ങനെ ഫേസ് റേസർ ചെയ്യാം, അങ്ങനെ സ്കിൻ കെയർ, ദെൻ ഫേസ് മാസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇങ്ങനെ ഫുൾ ഡാർക്കായി ഹാർഡായി സ്കിന്ന്, ഷേവ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ വെച്ചു ഓക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു PCOD ഉണ്ടോ, PCOS ഉണ്ടോ, ഇല്ല അങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസിങ് ഉണ്ടോ എന്നുള്ളത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു PCOD ഉണ്ടോ, PCOS ഉണ്ടോ, ഹോർമോണൽ ഇംബാലൻസിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ, അതുകൊണ്ടാണോ ഹെയർ ഗ്രോത്ത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് PCOS ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് PCOD, PCOS അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ഗൈനക്കിനെ കാണിച്ചതിന് ശേഷം ഗൈനക്ക് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും ഏത് മെഡിസിൻ നിങ്ങൾ കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. ആക്ച്വലി നമുക്ക് 100% അതിൽ ഫുൾ ഓഫ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൈനക്കിനെ കാണിച്ചിട്ട് ഗൈനക്ക് നമുക്ക് മെഡിസിൻ തരും. ടാബ്ലറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ അവർ തരും, അതെടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ
ലേസറും ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റിസൾട്ട് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ നമ്മൾക്ക് PCOD PCOS ഹോർമോണൽ ഇംബാലൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ റൈസ് നിറയെ കഴിക്കുക, നിറയെ ഫാറ്റ് ഫുഡ് കഴിക്കുക, ദെൻ ജങ്ക് ഫുഡ്സ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ആളാണ്, ഇല്ല അറിയത്തില്ല, മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് നാണക്കേടാണ്, അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്റ്റെയേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അപ്പൊ ആരും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ചുമ്മാ റൂമിൽ നിന്ന് 2 ചാട്ടങ്ങൾ ചാടുക, ഇഷ്ടമുള്ളൊരു പാട്ട് വെക്കുക, പാട്ട് നിങ്ങൾക്ക് അറിയണ പോലെ ഡാൻസ് ചെയ്യുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും അതിന് ഗുഡ് റിസൾട്ട് ഉണ്ടാവും. ഈ വൈറ്റ് കളറിലുള്ള ഐറ്റംസ് ഒക്കെ മാക്സിമം കുറയ്ക്കുക. വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ മൈദ, മിൽക്ക്, കേർഡ്, ഈ മിൽക്ക് പ്രോഡക്ട്സ്, പിന്നെ റൈസ്, വൈറ്റ് കളർ റൈസ്, അങ്ങനെയുള്ള വൈറ്റ് നിങ്ങൾ വൈറ്റ് കളറിൽ കാണുമെന്ന് കഴിക്കരുത്. അങ്ങനെയല്ല, എങ്കിലും വൈറ്റ് ഇങ്ങനെ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ദെൻ ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക, പിന്നെ മെഡിറ്റേഷൻ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഒരുമാതിരി സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ചെവിക്കൊള്ളാതിരിക്കുക ഫസ്റ്റ്. ഇൻ കേസ് നിങ്ങളത് എടുത്തു എന്ന് വെച്ചാൽ കൂടെ നിങ്ങളത് അവരങ്ങനെയാണ്. സോ അത് നമ്മളെപ്പോഴും അങ്ങനെ വെച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെയാണ്, ഓക്കെ, നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. അവരങ്ങനെയാണ്, അവരെ മാറട്ടെ. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നത് എനിക്ക് ഹേർട്ട് ആവുന്നുണ്ട്, അവരുടെ ക്യാരക്ടർ നമ്മൾ ചേഞ്ച് ചെയ്യണം, ഇംപോസിബിൾ. സോ അതിന് പിറകെ നടക്കണ്ട, അവർ മാറില്ല. സോ നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ബുക്സ് വായിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി സ്പെൻഡ് ചെയ്യുന്ന ഇടത്ത് നിങ്ങൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. സോ നിങ്ങളത് അറിയാതെ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ എൻ്റെ ഇവിടെ കുറേ പേപ്പേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്താ വെച്ചാൽ അതിലേക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളെ കുറിച്ച് തന്നെ എഴുതുക. യു ആർ ബ്യൂട്ടിഫുൾ, നീ സൂപ്പറാണ്ടാ, നീ അങ്ങനെയാടാ, നീ ഇങ്ങനെയാടാന്ന് പറഞ്ഞ് നമ്മളെക്കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തി അങ്ങോട്ട് ഒട്ടിക്കുക. കുറേ പ്രാവശ്യം നമ്മളത് എപ്പോഴും കാണുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എടുത്തിട്ട് പറയും, യാ യു ആർ സൂപ്പർ, യു ആർ ബ്യൂട്ടിഫുൾ, ലൈക്ക് അങ്ങനെ ഇരിക്കും. മനസ്സിലായോ? സോ നമ്മുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക, നമ്മളാണ് സൂപ്പർ, നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുള്ളൂ. ഓക്കെ, അതെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് കുറേ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനൊക്കെ 100% ഫലം കിട്ടും. അത് ലേസർ എന്നല്ല, എന്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള അവരെ ഇഗ്നോർ ചെയ്യുക. അതൊന്നും കൊണ്ട് മൈൻഡിൽ വെക്കാതിരിക്കുക. പ്രാന്താണ്. അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മളെക്കുറിച്ച് പറയുന്ന നിറയെ കാര്യങ്ങളുണ്ട്. അവർക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. നമ്മളെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ഞാൻ മോസ്റ്റ്ലി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ നോക്കാനേ എനിക്ക് സമയമില്ല, പിന്നെയല്ലേ മറ്റുള്ളവരെ, അങ്ങനെ ഞാൻ പറയാം. സോ നിങ്ങൾ ആ ഒരു ഇതിലെടുത്താൽ മതി. എന്നെ നോക്കാനേ എനിക്ക് സമയമില്ല, പിന്നെ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ നോക്കും, അങ്ങനെ. ഓക്കെ, ഇതൊരു കുട്ടി വീഡിയോ ആണ്. ഞാൻ ലേസറിൽ അതിൽ പറയാൻ വിട്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായി, ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എനിക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. സോ നിങ്ങൾ നല്ലോണം എനിക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്.